Welcome to our YouTube channel Anglo Campus. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാമെന്നും അതേപോലെ തന്നെ അത് എഴുതാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയാനായിട്ട് നമുക്കെപ്പോഴും മലയാളത്തിൽ സെൻറ്റൻസ് എഴുതാനും വായിക്കാനും അതേപോലെ തന്നെ സംസാരിക്കാനൊക്കെ അറിയാം. അപ്പോൾ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സെൻറ്റൻസിൻ്റെ വേർഡ് ഓർഡറാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ വേർഡ് ഓർഡറും മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ വേർഡ് ഓർഡറും വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൻ്റെ വേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വേർബ് വരും. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ കർത്താവ്, വേർബ് എന്ന് വെച്ചാൽ ക്രിയ. അപ്പോൾ സബ്ജക്റ്റ് ഫസ്റ്റ് ഒരു സെൻറ്റൻസിൽ വരും. അതിൻ്റെ തൊട്ട് ഇമ്മീഡിയറ്റായിട്ട് വരുന്ന ഒരു വേർഡാണ് വേർബ്. വേർബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ വേർഡ്, ക്രിയ എന്ന് പറയും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ മലയാളത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ നമുക്കത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ആ സെൻറ്റൻസിൽ നിങ്ങൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ എഴുതാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫ്രെയിം ചെയ്തേക്കുന്ന ആ മലയാളം സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കണം. അതായത് ആരെ പറ്റിയാണോ അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണോ നിങ്ങൾ ആ സെൻറ്റൻസ് ഫ്രെയിം ചെയ്തേക്കുന്നത് അതിൽ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അത് എന്നിട്ട് ഫസ്റ്റ് പ്ലേസ് ചെയ്യുക. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് ഇമ്മീഡിയറ്റായിട്ട് പിന്നെ വന്നതാണ് വേർബ്. വേർബ് എന്ന് വെച്ചാൽ ആക്ഷൻ വേർഡ്. അപ്പോൾ ഇതൊന്ന് ചെറിയൊരു ടിപ്പ് അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ സംസാരിക്കാനും അതേപോലെ തന്നെ എഴുതാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സെൻറ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാം പ്ലേഡ് ഫുട്ബോൾ. അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാമൻ ഫുട്ബോൾ കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ രാമൻ ഫുട്ബോൾ കളിച്ചു, അത് നമ്മൾ ആരെക്കുറിച്ചാണ് നമ്മൾ അതിൽ സംസാരിക്കുന്നത്? രാമനെ കുറിച്ചാണ്. അപ്പോൾ രാമനായിരിക്കും അതിൽ സബ്ജക്റ്റ്. രാമനെ ഫസ്റ്റ് പ്ലേസ് ചെയ്യുക. പിന്നെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ആ സെൻറ്റൻസ് രാമൻ ഫുട്ബോൾ കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഫുട്ബോളാണ് രാമൻ കഴിഞ്ഞിട്ട് വന്നേക്കുന്ന വേർഡ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് വയ്ക്കുമ്പോൾ ഫുട്ബോൾ അല്ല അവിടെ വരാം. ഇമ്മീഡിയറ്റ് വന്നത് വേർബാണ്. വേർബ് എന്ന് വെച്ചാൽ ആക്ഷൻ. രാമൻ എന്ത് ആക്ഷനാണോ ചെയ്തത് അതാണ് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ വേർബ് എന്തായിരിക്കും? പ്ലേഡ് എന്ന് പറയുന്നതായിരിക്കും വേർബ്. അപ്പോൾ രാം പ്ലേഡ് എന്നിട്ടാണ് ഫുട്ബോൾ എന്ന് പറയുന്ന വേർഡ് വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ സബ്ജക്റ്റും വേർബും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഏത് ഭാഷയാണോ അതിൽ, ഇപ്പോൾ മലയാളമാണ് കൂടുതൽ നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് സംസാരിക്കാനും എഴുതാനുമാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഈ ഒരു ചെറിയൊരു സബ്ജക്റ്റ് വേർബ് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു സെൻറ്റൻസും ഇംഗ്ലീഷിലേക്ക് അനായാസം നമുക്ക് എഴുതാനും അതേപോലെ തന്നെ സംസാരിക്കാനും സാധിക്കും. അത് വളരെ പെട്ടെന്നല്ല. നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ ചെറിയ ചെറിയ സെൻറ്റൻസസ് മലയാളത്തിൽ നിങ്ങൾക്ക് എന്തായാലും തോട്ട്സ് വരുമല്ലോ. ആ തോട്ട്സിനെ നിങ്ങൾ ചെറിയ ചെറിയ സെൻറ്റൻസ് ആണെങ്കിൽ അത് നിങ്ങൾ ഇതേപോലെ സബ്ജക്റ്റ് വേർബ് വെച്ചിട്ട് ഇംഗ്ലീഷിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ബാക്കി ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ CBSE, സ്റ്റേറ്റ് സിലബസ്, ICSE. അപ്പോൾ ഇവരെ പോലെയൊക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത് വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്ത് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാനൊക്കെ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കത് പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ഇതേപോലെ ചെറിയ ചെറിയ രീതിയിൽ സെൻറ്റൻസസൊക്കെ നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിലേക്ക് സംസാരിക്കാനും അതേപോലെ തന്നെ
എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി സ്റ്റുഡൻസ് വന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ പേർക്ക് ഇതേപോലെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഈ ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ സെൻറ്റൻസസ്, അതായത് മലയാളത്തിൽ നിന്നും അവർ മലയാളത്തിൽ ചിന്തിച്ചിട്ടാണ് അവർ ഇംഗ്ലീഷിലേക്ക് എഴുതണേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആ ഒരു ഓർഡർ തെറ്റിപ്പോവും. കാരണം അവരങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ആ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ പറയുന്ന ആ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് വേർബ് പെട്ടെന്ന് സെലക്ട് ചെയ്യുക. സബ്ജക്റ്റ് ആദ്യം പ്ലേസ് ചെയ്യുക, അതിൻ്റെ ഇമ്മീഡിയറ്റായിട്ട് വേർബ് പ്ലേസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നല്ലൊരു സെൻറ്റൻസ് മീനിങ് ഫുള്ളായിട്ട് എഴുതാനായിട്ടുള്ള ഒരു കഴിവ് കിട്ടും.